നമ്മൾ എന്നും കഴിക്കുന്ന ചപ്പാത്തിയിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി ഒരു ഡിഫറെന്റ് ടേസ്റ്റിൽ ഉണ്ടാക്കി നോക്കിയാലോ? അപ്പോൾ എല്ലാവർക്കും സൈനസ് വ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ നമുക്ക് ഒരു ചെറിയ പൊട്ടറ്റോയും ബീട്രൂട്ടും നന്നായി ക്ലീൻ ചെയ്ത് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. ഞാനിവിടെ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് പരിപ്പ് കറിയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള പരിപ്പ് ഞാനിവിടെ കഴുകി കുക്കറിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഈ സെയിം കുക്കറിൽ തന്നെയാണ് നമ്മൾ ഈ ഉരുളക്കിഴങ്ങും ബീട്രൂട്ടും വേവിച്ചെടുക്കുന്നത്. ഇങ്ങനെ നമ്മൾ വേവിച്ചത് കൊണ്ട് തമ്മിൽ മിക്സ് ആയി പോകത്തൊന്നുമില്ല. അങ്ങനെ സംശയം തോന്നുന്നുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങിന്റെ ആ പാത്രത്തിന്റെ മേളിൽ ഒരടപ്പ് വെച്ച് അടച്ചെടുത്താൽ മതി. പക്ഷെ നമുക്ക് നന്നായിട്ട് ഇന്ധന ലാഭം ഉണ്ടാകും. അത് മാത്രമല്ല സമയലാഭവും ഉണ്ട്. ഈ പൊട്ടറ്റോയും ബീട്രൂട്ടും തണുത്ത് കഴിയുമ്പോൾ നമ്മൾ അതിനെ അരച്ചെടുക്കണം. അതിൻ്റെ കൂടെ ചെറിയ ഒരു കഷ്ണം ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം സവാള, ഒരു പച്ചമുളക് ഇത്രയും ഇട്ടിട്ട് വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട്. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഗോതമ്പ് പൊടിയും കൂടി ചേർത്തിട്ട് ചപ്പാത്തിക്ക് ആവശ്യത്തിനുള്ള മാവ് നമുക്ക് കുഴച്ചെടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് 15-20 മിനിറ്റ് നേരത്തേക്ക് അടച്ച് മാറ്റി വെക്കാം. ആ സമയത്ത് നമുക്ക് പരിപ്പ് കറി റെഡിയാക്കി എടുക്കാം. പരിപ്പ് കറിയൊക്കെ ഏറ്റവും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കറികളാണ്. പലർക്കും കുറച്ച് ബ്ലോട്ടിംഗ് ഒക്കെ ഉണ്ടാക്കുമെങ്കിലും ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഒരു കറി തന്നെയാണ് പരിപ്പ് കറി. പ്രത്യേകിച്ചും ഗോതമ്പ്, ചോറ് അങ്ങനെയുള്ള കാർബോഹൈഡ്രേറ്റ്സ് കൂടുതലായിട്ടുള്ള സാധനങ്ങൾ കഴിക്കുമ്പോൾ നമ്മൾ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള എന്തെങ്കിലും അതിൻ്റെ കൂടെ കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് പരിപ്പോ കടലയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യാം. ഇവിടെ ഞാൻ കടുക് പൊട്ടിച്ച് സവാള ഇട്ട് വഴറ്റിയതിന് ശേഷം ആവശ്യത്തിനുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അല്പം ഗരം മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ബ്ലോട്ടിംഗ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് 2 നുള്ള കായപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. പൊടികൾ വഴറ്റിയതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു ചെറിയ തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. പരിപ്പിൽ നമ്മൾ ഉപ്പിടാതെയാണ് വേവിച്ചിരിക്കുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് പാലക്കാണ്. ഞാൻ സാധാരണ പാലക്ക് വാങ്ങിയിട്ട് കുറച്ച് കൂടുതലാണെങ്കിൽ അതെടുത്ത് ഇങ്ങനെ ഗ്ലാസ് ബോട്ടിലിട്ട് ഫ്രീസറിൽ വെക്കും. അപ്പോൾ അത് നല്ല പുതിയതുപോലെ തന്നെ ഇരിക്കും. നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും നമുക്കത് യൂസ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ കറികളൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് അപ്പോൾ അരിയേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ വാങ്ങി വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി അത് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് നേരം നമുക്ക് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാം. ഞാൻ ഉണ്ടാക്കുന്ന ചപ്പാത്തികൾക്ക് പല ലോകരാജ്യങ്ങളുമായിട്ട് സാമ്യമുള്ളത് കാരണം ഒരു ലഞ്ച് ബോക്സിന്റെ അടപ്പ് വെച്ചിട്ട് ഞാൻ അവരെ എല്ലാം ഒരേപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ബീട്രൂട്ട് ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചപ്പാത്തിക്ക് കളർ ഡിഫറൻസ് ഒന്നും തന്നെ ഇല്ല. ബീട്രൂട്ടും പൊട്ടറ്റോ പിന്നെ പച്ചമുളക് ഇഞ്ചി എല്ലാം ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഈ ചപ്പാത്തി കറികളൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.